ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് ബാഗ് കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറച്ചുള്ളൂ. അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒന്നുമില്ല, ഒരു നോർമലായിട്ടുള്ള കുറച്ച് ബാഗുകളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പൊതുവെ അങ്ങനെ ബാഗുകൾ ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു കേട്ടോ. ആദ്യമൊന്നും ഞാൻ അങ്ങനെ അധികം ബാഗ് ഉപയോഗിക്കില്ല. സാധാരണ നോർമലി നമ്മുടെ ഫോൺ മാത്രമല്ല നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പം ഞാനത് പോക്കറ്റിലിടും. എനിക്കൊരു ബാഗ് എടുക്കലൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാഗായിരുന്നു കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം, അത്യാവശ്യം ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗാണല്ലോ. ബാഗല്ല, നമ്മൾ ആ ബോക്സ് ടൈപ്പ് ജസ്റ്റ് ഇത് മാത്രമേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ മോളൊക്കെ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബാഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ആ സമയത്ത് നമ്മൾ ആലോചിക്കാം ഭയങ്കര ഭംഗിയല്ലല്ലോ, നമ്മൾ കുറച്ച് നല്ല സ്പേസ് ആണല്ലോ ബാഗിൽ, നമുക്ക് ഒരുപാട് അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടാവില്ല. അപ്പം നമ്മൾ സ്പേസ് ആണല്ലോ നോക്കുക. അങ്ങനെ വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറച്ച് അധികം ഒന്നുമില്ല, കുറച്ച് ബാഗുകൾ. അതായത് ഞാൻ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന എല്ലാം ഞാൻ കാണിക്കണില്ല. സാധാ ചിലതൊക്കെ ഒരു നോർമൽ ടൈപ്പാണ്, വേഗം നമ്മൾ സിമ്പിളായിട്ട് എടുക്കുന്ന കുറച്ച് ബാഗുകൾ, അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. നോർമൽ ഇത്രയും ബാഗാട്ടോ ഉള്ളത്. ഇത്രയും ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ ഈ ഒരു ബാഗായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. ബാഗ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ബാഗ് കാണിച്ചു തരാം. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാട്ടോ. കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ബാഗാണേ. ഇങ്ങനെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് വെറും 116 രൂപ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമാണ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. വെറും 116 രൂപ ഉള്ളൂ. ഇപ്പം നമ്മൾ നോർമലി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ എന്താണ് ഒരു ക്യൂട്ട് പിൻട്രസ്റ്റ് വൈബുള്ള ഒരു ബാഗാണ് കേട്ടോ. അതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തെ പോലും എടുത്ത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പം ജസ്റ്റ് ഒരു 2-3 ഡേ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. കുറച്ചൊരു സ്പേസ് ഉള്ള ടൈപ്പ് കേട്ടോ. അതിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാം. അപ്പം ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്കും പിന്നെ മെറൂണ് ബ്രൗണൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു കളറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാഗാണ് ഫസ്റ്റത്തത്. പിന്നെ ഞാൻ എൻ്റെ മോളുണ്ടായതിന് ശേഷം ഫസ്റ്റായിട്ട് വാങ്ങിച്ചൊരു ബാഗാണ് കേട്ടോ. വാങ്ങിച്ചു പറഞ്ഞത് നമ്മൾ ദുബായിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവന്ന ബാഗാണേ. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്പേസ് ആണല്ലോ നോക്കുക. അപ്പം അത്യാവശ്യം നല്ല വലിയൊരു ബാഗാണ്. ഞാൻ കാണിച്ചതേ, ഇതാ. ഇത് ഭയങ്കര സ്പേസ് ആണ് കേട്ടോ. ഇതില് ഭയങ്കര സ്പേസ് ആണ്, നല്ല സ്പേസ് ആണ്. നല്ലോണം എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കാൻ പറ്റും. പക്ഷെ എന്താ വെച്ചാൽ ഒരു ഇതേ ഉള്ളൂ, ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ഒരു സ്പേസേ ഉള്ളൂ. ഇതായിട്ട് പാർട്ട് ചെയ്തിട്ടില്ല, ഒരു സ്പേസേ ഉള്ളൂ. നമുക്ക് രണ്ട് സൈഡ് നമ്മൾ രണ്ട് പാർട്ടാക്കി വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഇതുണ്ടാവുമല്ലോ. ഇതെല്ലതും കൂടിയും പിന്നെ നമ്മൾ ചെറിയ സാധനമൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ എന്താണ് എടുക്കാനൊരു പാടായിരിക്കും. ഈ ഇത്രയും വലിയ സ്പേസിനുള്ള പല ഐറ്റംസ് നമ്മൾ ഇടണമല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ചെറിയ സാധനം ചിലപ്പോൾ ഫോണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇതായിട്ടോ റീസൺലി ഞാൻ ആദ്യമൊക്കെ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോകണ അത് ഇതായിരുന്നു. പിന്നെ ഇത് നമ്മൾ എവിടേക്കോ ഒരു ദിവസം 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമല്ലോ. അപ്പം മാത്രമാണ് ഈ ഒരു ബാഗ് എടുക്കൽ. ആദ്യമൊക്കെ മക്കളുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എവിടേക്ക് പോകുമ്പം ഒരുപാട് ഡ്രസ്സ് പിന്നെ ഡയപ്പറും അവരെ ടവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഈ ബാഗായിരുന്നു. ഇപ്പം മോക്ക് 2 വയസ്സായി. അപ്പം ഞാൻ അത്രയും ഓവർ സാധനങ്ങൾ എടുക്കാറില്ല, കുറച്ചെടുക്കും. അപ്പോൾ ആദ്യം വാങ്ങിയിട്ടുള്ള ഈ ഒരു ബാഗാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അത്ര ഒരു വലുപ്പില്ലാത്ത വേറൊരു ബാഗാണ്. ഇത് നല്ല ബാഗാട്ടോ. ഇത് ഇവിടെ താണ്ടോ അങ്ങനെ ഒരു ലോക്ക് ചെയ്യലാട്ടോ. അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തത് നമ്മൾ സിമ്പിളായിട്ട് എടുക്കുകയും ചെയ്യാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് ഷിബില്ല. ഇതിങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പാണ് കേട്ടോ. ഉള്ളിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പം നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അധികം ഇത് ഉപയോഗിച്ചിട്ടില്ല, അഞ്ഞൊക്കെ ഇത് ഉപയോഗിക്കണം. അധികം ഉപയോഗിച്ച് നല്ല ബാഗാണ് കേട്ടോ. നല്ല ക്ലോത്തൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതും ഭയങ്കരമായിട്ട് ഇത് സ്പേസ് ഉണ്ട് പറഞ്ഞല്ലോ. ഈ ഒരു ചെറിയൊരു ഇത് നമുക്ക് ടെൻഷൻ തോന്നുന്നത് ഇത് ഇവിടെ പൊട്ടിപ്പോകുന്നു. കാരണം ഈ ഒരു ചെറിയ സ്പേസിലാണല്ലോ നിൽക്കുന്നത്. ഇങ്ങോട്ട് താഴേക്കൊന്നും ഇതില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും വെക്കണം എന്നൊക്കെ വിചാരിക്കട്ടോ. പക്ഷെ ഇതുവരെ നല്ല ഇത്ര വെയിറ്റ് വന്നിട്ട് ഇത് അധികം പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും ദുബായിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. ഇതും ദുബായിത്തെ ബാഗാണ്. നോർമൽ നമുക്ക് സൈഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗ് കേട്ടോ, നോർമൽ.
ഇതൊക്കെ വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു ഫോണും അങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഷോക്ക് കൊണ്ടുപോകണ ഫോണ് അല്ലെങ്കിൽ ഒരു ഡയപ്പറോ ഒരു ഡ്രസ്സൊക്കെ കൊള്ളുന്ന രീതിയിൽ കേട്ടോ, മക്കളൊരു ഡ്രസ്സൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ഇത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ കഴിയും കേട്ടോ. ഓക്കെ, അടുത്തത് ഇതുപോലത്തെ ഒരു ബാഗാണ് കേട്ടോ. അതും ദുബായിത്തെ ബാഗാണ്, എല്ലാം ദുബായിത്തെ ബാഗാണ്. ഇതും ഇത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അതങ്ങനെ ഞാൻ വെച്ച് വെച്ച് വളഞ്ഞു പോയിട്ടുണ്ട്. ഞാനൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതൊന്നും. എന്താ വെച്ചാൽ ഇനിയൊക്കെ ഉപയോഗിക്കണം. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് മക്കളുണ്ടാകുമ്പം ജസ്റ്റ് ഷോക്ക് കൊണ്ടുപോകാനല്ല, നമുക്ക് അവരെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ആവശ്യം ഉണ്ടാവുമല്ലോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതും ലുലുന്നാണ് വാങ്ങിയത്. ഇത് ഞാൻ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. ആകെ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ഇതും അങ്ങനെ ജസ്റ്റ് ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതിന് 2 പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, 2 ഭാഗമുണ്ട്. ഇതാ അതുകൊണ്ട് പിന്നെ ഈസിയാണ്. ഇത്രേ സ്പേസ് ഉള്ളൂ. നല്ല ഭംഗിയുള്ള ബാഗാട്ടോ. ബ്ലാക്ക് പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. പിന്നെ നോർമൽ ഞാൻ പെട്ടെന്ന് ഈ ബാഗ് എന്ത് കാണാൻ ചെറുതാണെങ്കിലും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു നോർമൽ സിമ്പിൾ ബാഗ് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. ഇത് പിന്നെ അത്യാവശ്യം ഒരു കുറച്ചൊക്കെ ഡ്രസ്സൊക്കെ കൊള്ളിട്ട് ഇതിൽ. ഇത് നമ്മൾ ടെമൂന്ന് വാങ്ങിയതാട്ടോ, ദുബായിൽ ടെമൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് കേട്ടോ. ഇത് പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന്, ഇത് സാധാ നമ്മളെ ബാഗ്. ഇത് നമ്മളെ കോളേജിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ്. ഇതും അത്യാവശ്യം സ്പേസ് ഉണ്ട്, പക്ഷെ ഇതിനധികം റേറ്റ് ഒന്നുമില്ല, വെറും 250 രൂപയുള്ളൂ കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെയുള്ള ബാഗുകളൊക്കെ എൻ്റെ ഉള്ളത് കുറച്ച് ഈ ഇപ്പം നമ്മൾ കണ്ടല്ലോ നാട്ടിൽ നിന്ന് വാങ്ങി അങ്ങനത്തെ ടൈപ്പുകൾ കുറച്ച് 2, 3, 4 ഉണ്ട്, നമ്മൾ ടൂർ പോകുമ്പോൾ വാങ്ങിക്കണേ. അതൊക്കെ പിന്നെ ഞാൻ കാണിക്കണില്ല. പിന്നെ നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയ വേറൊരു ബാഗും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു കളർ ചേഞ്ചുകളൊക്കെ വന്നിട്ട് അതും ഒരു 2, 3 ടൈപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് വേറൊരു അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിച്ച ടൈപ്പാണ്. അപ്പം ഞാൻ അതൊന്നും കാണിക്കണില്ല. ഇപ്പം ജസ്റ്റ് ഞാൻ കുറച്ച് നോർമൽ ആയിട്ടുള്ളൊരു ബാഗുകളാണ്. അപ്പം അധികം കളക്ഷൻസ് മോഡലൊന്നും ഇല്ല, ഇതപ്പം നോർമൽ. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോറേജ് അത് ഓരോ ഡ്രസ്സൊക്കെ വെക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ നോക്കുക. ഇപ്പോഴാണ് ഇനിയിപ്പം നമ്മൾ ഈ ഷോർട്ട് ആയിട്ടുള്ള ഷോൾഡർ ബാഗൊക്കെ ഇനിയിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങും. കാരണം അവർ വലുതാവുമ്പോഴാണല്ലോ നമുക്ക് അത് കുറച്ച് ഇത് കുറയുള്ളൂ. മറ്റേന്താ വെച്ചാൽ അവർ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇടാണ്ടാവുമ്പോൾ നമുക്ക് അത്രയും കഴിയൂല. അവരെ ഫീഡിങ് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് അധികം സ്പേസ് ആണ് വേണ്ടിയിട്ടുണ്ടാവുക. ഇനിയിപ്പം ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയിട്ടാണ്. ഇനി ഇതൊക്കെ ഞാൻ എന്തായാലും ഉപയോഗിക്കും കേട്ടോ. അപ്പം ഞാൻ കാണിച്ച എൻ്റെ റീലൊക്കെ ആയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ബാഗ് കളക്ഷൻസ്. ഞാൻ അങ്ങനെ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ബാഗുകളൊന്നും അധികം വാങ്ങിക്കാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇത്തിരി കുറച്ച് സ്പേസ് ഉള്ള നോക്കിയിട്ട് കുറച്ചധികം വാങ്ങിയെന്നുള്ളൂ. അധികം മോഡലുള്ളതൊന്നുമല്ല. പിന്നെ മീഷോന്ന് വാങ്ങിയ ആ ഒരു ബാഗിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അതിൻ്റെ വ്യത്യസ്ത കളേഴ്സൊക്കെ ഉണ്ട്. വെറും 116 രൂപയാണ് കേട്ടോ എനിക്ക് ഞാൻ വാങ്ങിയ സമയത്തുണ്ടായി. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.